ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ഏറ്റവും പുതിയ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ ഒരു കേരള കൗമുദി പത്രം തുറന്നു നോക്കിയപ്പോൾ കണ്ടത്. PSC ചോദ്യപേപ്പർ ചോർന്നോ എന്ന രീതിയിലുള്ള വാർത്തകൾ പിന്നീട് അങ്ങോട്ട് പല രീതിയിൽ അത് പ്രവഹിക്കുകയായിരുന്നു. പല രീതിയിലുള്ള ആളുകളുടെ വിശദീകരണം കേട്ടു. മുൻ ചെയർമാൻ അടക്കമുള്ള ആളുകൾ മറ്റൊരു TV ചാനലിൽ, കെ രാധാകൃഷ്ണൻ സാർ അടക്കമുള്ള ആളുകൾ മറ്റൊരു TV ചാനലിൽ ഇത് വളരെ ഗൗരവമായി കാണണമെന്ന അടക്കമുള്ള വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഏറ്റവും പുതുതായിട്ട് PSCയുടെ വിശദീകരണവും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് വിലയിരുത്താൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ആദ്യം നമ്മുടെ ഇന്ന് രാവിലെ ഇറങ്ങിയ കേരള കൗമുദി പത്രത്തിലെ ഒരു വാർത്തയാണ്. PSC ചോദ്യപേപ്പർ തലേ ദിവസം സൈറ്റിൽ എന്ന് പറഞ്ഞാണ് PSCയുടെ സൈറ്റിൽ കുടുങ്ങിയത് എറണാകുളം മലപ്പുറം LD ക്ലർക്ക് പരീക്ഷ. ഇവിടെ മലപ്പുറമല്ല, വയനാടാണ്. അത് അവർക്ക് തെറ്റുപറ്റിയതാണ്. എറണാകുളം വയനാട് LD ക്ലർക്ക് പരീക്ഷ എന്ന് പറഞ്ഞാണ് ആ വാർത്ത. ഇങ്ങനെയാണ്: PSC ഇന്നലെ നടത്തിയ എറണാകുളം മലപ്പുറം ജില്ലകളിലേക്കുള്ള LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ തലേ ദിവസം PSC സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. സംഭവത്തിന് പിന്നിൽ എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ചോദ്യപേപ്പർ ചോർന്നതാണോ എന്നതുൾപ്പെടെയുള്ള സംശയങ്ങൾ ബലപ്പെട്ടു. ബുക്ക്ലെറ്റ് നമ്പർ 133/2024 അതായത് മലയാളം എന്ന നമ്പറിലുള്ള 100 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യപേപ്പറാണ് സൈറ്റിലുള്ളത്. അപ്ലോഡ് ചെയ്തത് 1 day ago എന്നാണ് ഇന്നലെ വൈകിട്ടോടെ സൈറ്റിൽ കണ്ടത്. അതേ ചോദ്യക്കടലാസാണ് ഇന്നലെ പരീക്ഷയ്ക്ക് നൽകിയത്. PDF ഫയലായാണ് ചോദ്യക്കടലാസ് സൈറ്റിലുള്ളത്. kerala.psc.gov.in എന്ന സൈറ്റിലാണ് ചോദ്യക്കടലാസ് അപ്ലോഡ് ചെയ്തതായി കണ്ടെത്തിയത്. PSCയുടെ ഔദ്യോഗിക ചിഹ്നം ഉൾപ്പെടെയുള്ള സൈറ്റാണിത്. പരീക്ഷയുടെ തലേന്നാൾ ചോദ്യക്കടലാസ് അതേപടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഗുരുതര സംഭവമാണ്. ചോദ്യങ്ങളും ഓപ്ഷനുകളും അതേപടി ഉള്ളതിനാൽ ഉത്തരം കണ്ടെത്തി പഠിച്ചവർക്ക് 100 മാർക്ക് കിട്ടും. കോഡിലെ ചോദ്യക്കടലാസാണ് അതേപടി വെബ്സൈറ്റിലുള്ളത്. സാധാരണ ഈ പരീക്ഷ കഴിഞ്ഞ ശേഷം ഉത്തരസൂചിക പ്രസിദ്ധീകരിക്കാറുണ്ട്. എന്നാൽ പരീക്ഷയ്ക്ക് മുൻപ് ചോദ്യക്കടലാസ് അതേപടി സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയെന്നതിന് യാതൊരു വ്യക്തതയുമില്ല. പരീക്ഷ കഴിഞ്ഞ ശേഷം ചോദ്യങ്ങളുടെ ശരിയുത്തരങ്ങൾ അറിയാനായി ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് ഇന്റർനെറ്റിൽ പരിശോധിച്ചപ്പോഴാണ് ഒരു ദിവസം മുൻപ് 100 ചോദ്യങ്ങൾ അടങ്ങിയ PDF ഫയൽ അതേപടി PSC സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചതായി കണ്ടെത്തിയത്. ഇങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 133/2024 സെർച്ച് ചെയ്തപ്പോൾ 1 day ago എന്ന രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ചോദ്യപേപ്പറിന്റെ ആ ഒരു കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗൂഗിളും പറയും തട്ടിപ്പ് നടത്തിയ വിധം. ചോദ്യപേപ്പർ കോഡായ 133/2024 എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ചോദ്യം മുഴുവൻ ലഭിക്കും. പരീക്ഷ നടന്ന ശേഷം ഇന്നലെ വൈകിട്ട് 5ഓടെയാണ് ഉത്തരസൂചിക സൈറ്റിൽ വന്നത്. ചോദ്യം അപ്ലോഡ് ചെയ്തത് ഒരു ദിവസം മുമ്പാണെന്ന് വിവരവും ഗൂഗിൾ നൽകും. ചോദ്യപേപ്പർ കോഡ് കൈവശപ്പെടുത്തുന്നവർക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ചോദ്യം ലഭിക്കും. PSCയുടെ സൈറ്റിൽ ഡിഫോൾട്ടിൽ ഫയൽ എന്ന പേജിലാണ് ചോദ്യത്തിന്റെ PDF രൂപം. പരീക്ഷയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് വന്നത്. ഒറ്റനോട്ടത്തിൽ ഈ പേജിലേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ ചോദ്യക്കോഡ് നൽകിയാൽ എളുപ്പം ലഭിക്കും. അതേസമയം ഔദ്യോഗിക സൈറ്റിൽ ചോദ്യക്കടലാസ് പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ PSC അന്വേഷണം തുടങ്ങി. ഇതാണ് ഇന്ന് രാവിലെ വന്ന കേരള കൗമുദി പത്രത്തിലെ വാർത്ത. ഇതോടെ എന്താണ് പല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. നമുക്ക് ഇത് ചോദ്യപേപ്പർ ചോർന്നതാണോ? ശരിക്കും നോക്കിയാൽ ഇങ്ങനെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു ദിവസം മുമ്പ് നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് കാണുന്നത്. 2 days ago എന്ന് പറഞ്ഞാണ് ഇന്ന് കാണുന്നത്. 133/2024 2 days ago. നിങ്ങൾ ചിന്തിക്കുക, ഇന്നലെയാണ് ഇതിന്റെ പരീക്ഷ കഴിഞ്ഞത്. ഇന്നലെ 1:30 മുതൽ എത്രയാണ് 3:30 വരെ ആയിരുന്നു പരീക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ വന്നാലും അതിനുശേഷമാണ് ഇത് 3:30 ശേഷമാണ് അപ്ലോഡ് ചെയ്തെങ്കിൽ ഇന്ന് 1 day ago എന്ന് പറഞ്ഞു മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മറ്റൊന്നാണ് 128/2024. അത് 27-ാം തീയതി അപ്ലോഡ് ചെയ്തതായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അത് 28-ാം തീയതി ആയിരുന്നു ആ പരീക്ഷ എന്നതാണ്. 28-നായിരുന്നു ആ ഒരു പരീക്ഷ നടന്നിരിക്കുന്നത്. പക്ഷെ 27-ന് അപ്ലോഡ് ചെയ്തു എന്ന രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് പല സംശയങ്ങൾക്കും ഇടവരുത്തുന്ന ഒന്ന്. ഇനി ഇതിന് PSC നൽകിയ വിശദീകരണം ഇങ്ങനെയാണ്: ചോദ്യപേപ്പർ തലേ ദിവസം PSC സൈറ്റിൽ എന്ന വാർത്ത വസ്തുതാ വിരുദ്ധം. കമ്മീഷൻ നിയമ നടപടിക്ക്. PSC ചോദ്യപേപ്പർ തലേ ദിവസം PSC വെബ്സൈറ്റിൽ എന്ന തലക്കെട്ടോടെ കേരള കൗമുദി പത്രത്തിൽ വന്ന വാർത്ത വസ്തുതാ വിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. പരീക്ഷാ നടപടികൾ പൂർത്തീകരിച്ച ശേഷം ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തരസൂചികയും ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഒക്ടോബർ 5-ന് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെ നടന്ന വയനാട് എറണാകുളം ജില്ലകളിലേക്കുള്ള ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തരസൂചികയും പരീക്ഷാ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഗൂഗിൾ സെർച്ചിൽ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച സമയം തെറ്റായി കാണപ്പെട്ടത് സംബന്ധിച്ച് കമ്മീഷന്റെ സാങ്കേതിക വിഭാഗം പരിശോധിച്ചു. ഗൂഗിളിന്റെ സെർച്ചിൽ കാണുന്ന ടൈം സ്റ്റാമ്പിൽ കൃത്യതയില്ലാതെ വരുമെന്നും
പ്രസിദ്ധീകരിച്ച തീയതിയിൽ അക്കാരണത്താൽ മാറ്റം സംഭവിക്കുമെന്നും ഗൂഗിൾ മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാരണത്താലാണ് ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച യഥാർത്ഥ സമയത്തിൽ മാറ്റം സംഭവിച്ചത്. ഈ വിഷയം ഗൂഗിളിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ടൈം സ്റ്റാമ്പിൽ അത്തരത്തിൽ കൃത്യതയില്ലാതെ വരാം എന്ന കാര്യം ആർക്കും ലഭ്യമാണെന്നിരിക്കെ അത്തരം പരിശോധന പോലും നടത്താതെയും വസ്തുതകൾ അന്വേഷിക്കാതെയും ചോദ്യപേപ്പർ തലേനാൾ PSC സൈറ്റിൽ എന്ന സ്തോഭജനകമായ വാർത്ത നൽകിയത് അതീവ ഗൗരവമായാണ് കമ്മീഷൻ കാണുന്നത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം കമ്മീഷൻ പരിശോധിക്കുന്നതാണ് എന്നാണ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ സുനികുമാർ KB നൽകിയിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പ്. ഇങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൃത്യതയോടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ടൈം സ്റ്റാമ്പിൽ വന്ന മാറ്റമാണോ എന്നുള്ളത് കൃത്യമായ അന്വേഷണത്തിലൂടെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. പക്ഷെ ഇതിന് മുമ്പ് 27-ാം തീയതിയും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ പ്രൊവിഷണൽ ആൻസർ കീ നൽകിയപ്പോൾ അത് 7 മണിക്കൂർ, ഇപ്പൊ നോക്കിയാൽ ഏകദേശം ഒരു മണിക്കൂർ ആയിട്ടില്ല, ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഡേ ആയിട്ടില്ല, ഇത്ര മണിക്കൂർ 20 മണിക്കൂർ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവുക. ഈ രീതിയിലാണ്. പക്ഷെ അതിൽ എന്താണ് 1 ഡേ എന്നോ 2 ഡേ ഏകോ എന്നോ കാണിക്കുന്നില്ല. അതും ഒരു സംശയത്തിന് ഇടവരുത്തുന്നതാണ്. ഒന്ന് ചെക്ക് ചെയ്ത് പറയാം. നമുക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം. ഗൂഗിളിന്റെ ടൈം സ്റ്റാമ്പുമായി ബന്ധപ്പെട്ട അധികൃതർ എന്താണ് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ നടത്തണം. പലരും കമന്റ് ബോക്സിലൊക്കെ പറയുന്നത് ഇത്തരത്തിൽ എല്ലാ പരീക്ഷയ്ക്ക് തൊട്ട് മുൻപായിട്ടും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയല്ല എന്നാണ് PSC പറയുന്നത്. അങ്ങനെയല്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. പക്ഷെ ഇവിടെ കമന്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ശരിക്കും നിയമവിരുദ്ധമാണ്. കാരണം പരീക്ഷ കഴിഞ്ഞ ശേഷം മാത്രമേ പരീക്ഷ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ പ്രൊവിഷണൽ ആൻസർ കീയോ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. കാരണം 3:30 വരെ അത് ഏറ്റവും സീക്രട്ടായി കിടക്കേണ്ട ഒന്നാണ്. 3:30 പരീക്ഷ കഴിഞ്ഞ 3:30 ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുക. കാരണം PSC പരീക്ഷ PSCയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ പല ഉദ്യോഗസ്ഥർക്കും ആക്സസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരിക്കും. അത്തരത്തിലുള്ള ചെയ്യാൻ വേണ്ടി സാധിക്കേണ്ടതാണ്. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ പലർക്കും അതെന്താണ് തങ്ങൾക്ക് പരിചയമുള്ളവരോ മറ്റു കാര്യങ്ങൾക്കോ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിൽ ചെയ്യുന്നതും നിയമവിരുദ്ധമായ ഒന്ന് തന്നെയാണ്. ഇതിലിപ്പോ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ PSC ബോധ്യപ്പെടുത്തി. ഇപ്പോൾ ഇത് ടൈം സ്റ്റാമ്പിൽ വന്ന മിസ്റ്റേക്ക് ആണെന്നാണ് PSC പറയുന്നത്. അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ നല്ലൊരു അന്വേഷണം വേണം. PSCയുടെ ആഭ്യന്തര വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് വാർത്തകളിലൂടെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ കൃത്യമായി അന്വേഷിച്ച് ഇതിന്റെ വിശദമായ ഒരു മറുപടി അല്ലെങ്കിൽ അതിന്റെ വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഇടുക്കി മലപ്പുറം ജില്ലകളുടെ ഒക്ടോബർ 19-നാണ് LDC പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. അത് എറണാകുളം മലപ്പുറം എന്നുള്ളത് തെറ്റായി വന്നതാണ്. വയനാടിന് പകരമാണ് മലപ്പുറം കയറി വരുന്നത്. മലപ്പുറം ജില്ലയുടെ പരീക്ഷ ഒക്ടോബർ 19-നാണ്. ഇനി ഏറ്റവും അവസാനത്തെ 7-ാം ഘട്ട പരീക്ഷയായിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. ഈ പരീക്ഷ കഴിഞ്ഞാൽ LDCയുടെ മുഴുവൻ ഘട്ടങ്ങളും അവസാനിക്കുകയാണ്. പിന്നീട് LGSന്റെയും 10th പ്രിലിംസിന്റെയും ആ ഒരു ഏരിയയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തുക. ഈ വാർത്തയെ കണ്ട് പരിഭ്രാന്തരാകേണ്ട, നിങ്ങൾ കൃത്യമായി പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്